കോതമംഗലത്ത് അടിവാട് ടൗണിൽ മോഷ്ടാക്കളെ കൊണ്ട് പൊറുതിമുട്ടി വ്യാപാരികൾ. മോഷണ പരമ്പരയിൽ നഷ്ടം സഹിക്കേണ്ടി വരികയാണ് വ്യാപാരികൾ. അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ രംഗത്തെത്തി. അടിവാട് ടൗണിലെ പല കടകളിലും സമീപത്തെ പല്ലാരിമംഗലം ശിവക്ഷേത്രത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി മോഷണങ്ങൾ നടന്നിരുന്നു. ക്ഷേത്രത്തിലെ CCTV തകർത്താണ് മോഷണങ്ങൾ നടത്തിയത്. ഇതോടൊപ്പം ടൗണിലെ റാസി മൊബൈൽ എന്ന ഷോപ്പിലും കഴിഞ്ഞ ദിവസം മോഷണ ശ്രമവും ഉണ്ടായി. ഷട്ടറിന്റെ പൂട്ട് പൊളിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതാണ് മോഷണം നടക്കാതെ പോയത്. മോഷ്ടാവിന്റെ ദൃശ്യം ഇവിടുത്തെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. തുടർച്ചയായുള്ള മോഷണങ്ങൾ കച്ചവടക്കാരെ ആശങ്കയിലാക്കിയിരിക്കുകയാണെന്ന് കടയുടമ മുഹമ്മദ് അലി ബാക്കവി പറഞ്ഞു. അടിവാട് ടൗണിൽ 10-16 വർഷമായിട്ട് റാസി മൊബൈൽസ് ആൻഡ് ബുക്ക് സ്റ്റാൾ എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്ന ആളാണ്. കഴിഞ്ഞ ദിവസത്തിൽ എൻ്റെ കടയുടെ പിൻഭാഗത്തുള്ള ഷട്ടർ പൊളിക്കാനുള്ള ഒരു മോഷണ ശ്രമം നടന്നു. ശക്തമായ പൂട്ടുള്ളത് കൊണ്ട് അത് പൊളിക്കാൻ അവർക്ക് സാധിച്ചില്ല. എന്നാലും അടിവാട് പല കടകളിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള അമ്പലത്തിലൊക്കെ ആയിട്ട് ഈ അടുത്തിടയിലായിട്ട് ഒരുപാട് മോഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിലുള്ള വ്യാപാരികൾ വളരെ ആശങ്കയിലും പേടിയിലുമാണ്. അതുകൊണ്ട് ഉടനടി ഇതിനുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ നടപടിയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വ്യാപാരികൾ വളരെയേറെ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഇക്കാലത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ അടിക്കടി മോഷണങ്ങൾ ഉണ്ടാകുന്നതും മോഷണ ശ്രമങ്ങൾ ഉണ്ടാകുന്നതും വ്യാപാരികളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. പോലീസ് നൈറ്റ് പട്രോളിംഗ് കർശനമാക്കണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് MM അലിയാർ ആവശ്യപ്പെട്ടു. അടിവാടും പരിസര പ്രദേശത്തും മോഷണവും കൂടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് വ്യാപാരികൾ ഇന്നുള്ളത്. വ്യാപാരികൾ മൊത്തത്തിൽ വളരെ പ്രതിസന്ധിയിൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. കച്ചവടക്കാരെ സംബന്ധിച്ച് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്താണ് ഇതുപോലെയുള്ള മോഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം റാസ് മൊബൈൽസിൻ്റെ പൂട്ട് പൊളിച്ച് അകത്ത് കിടന്ന് കള്ളൻ മോഷണം നടത്താൻ ശ്രമിച്ചു. അതിന് തൊട്ടടുത്ത് മുമ്പ് മണ്ഡോത്തിൽ സ്റ്റോഴ്സിൽ കയറി 3000 രൂപ മോഷ്ടിച്ചുകൊണ്ട് പോയി. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് പല്ലാരിമംഗലം ശിവക്ഷേത്രത്തിലെ കൃഷ്ണൻ്റെ അങ്കി മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. ഒട്ടനവധി മോഷണങ്ങളും ശ്രമവും പെരുകി വരികയാണ്. അതുപോലെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അടിപാട് കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. ഇതിന് പല പ്രാവശ്യം ഞങ്ങൾ അധികൃതരുമായി ബന്ധപ്പെട്ടും പരാതി കൊടുത്തിട്ടും നാളെ ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇനി മുതൽ അടിപാട് ഒരു പെട്രോൾ വെച്ചുകൊണ്ട് ഇതിനൊരു നടപടി സ്വീകരിക്കണം എന്നാണ് വ്യാപാരികൾക്ക് പറയാനുള്ളത്.